ഞാൻ ഇന്നൊരു വില്ല കാണാൻ വന്നതാണ് പള്ളിക്കര സൈഡിൽ. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ലാസ് ആയിട്ടുള്ളൊരു വില്ല. അതിൽ ഏറ്റവും നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ ബാൽക്കണി, ഇതിൻ്റെ പിറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കൊരു ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഫാമിലി ആയിട്ട് വന്നിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഭയങ്കര കൂളായിട്ടുള്ളൊരു പ്ലേസ്. വളരെ പാഷനേറ്റായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ ഒരാൾ ചെയ്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്നത്. ഭയങ്കര കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ഉള്ള എന്നാൽ ഭയങ്കര റിച്ച് ഫീലുള്ള ചെറിയൊരു വില്ല, 1886 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം പ്ലസ് ബാൽക്കണി വരുന്നൊരു പ്രോപ്പർട്ടി. 4 സെൻറ്റ് സ്ഥലത്തിൽ മാത്രമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. ഈ 4 സെൻറ്റിൽ നമുക്ക് 2 കാറുകൾ ഈസിലി പാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ലാൻഡ്സ്കേപ്ഡ് ഏരിയ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ വീടിന് ചുറ്റിനും നടക്കാനുള്ള സ്ഥലവും വരുന്നുണ്ട്. നമ്മൾ എൻ്റർ ചെയ്യുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ തന്നെ നമുക്ക് ഭയങ്കര വെളിച്ചമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഫേണിഷ്ഡാണ് ഈ യൂണിറ്റ്. നമുക്കിവിടെ ഡൈനിങ് ടേബിൾ ഇടാനുള്ളൊരു ഏരിയ ഉണ്ട്. കൂടാതെ നമ്മുടെ ഒരു ഓപ്പൺ കിച്ചണാണ്. ഇത്രയും ക്വാളിറ്റിയിൽ ഒരു സെമി ഫേണിഷിങ് ചെയ്തിരിക്കുന്ന ഒരു വില്ല നമുക്ക് കാണാൻ പറ്റില്ല, പ്രത്യേകിച്ച് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വില്ല ഭയങ്കര സിമ്പിളുമാണ് എന്നാൽ എലഗൻറ്റുമാണ്. അതിലുപരി ഇതിനകത്ത് ഒരു ട്രഡീഷണൽ സാധനം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പഴയ വീടുകളുടെ പോലെ നമുക്ക് പകുതിയായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിന് പിറകിലേക്ക് സ്ഥലമുണ്ട്. സോ നമുക്ക് കിച്ചൺ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് നമുക്കിവിടെ ഒരു അകത്ത് ലാൻഡ്സ്കേപ്പിംഗ് ആവശ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസിനകത്ത് നമുക്കൊരു ഗ്രീനറി കൊണ്ടുവരാം. അതർവൈസ് നമുക്കത് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം. കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വില്ലയിൽ വന്ന് കാണണം. കാരണം റിച്ച് കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈവൻ നിങ്ങൾ ഈ ഒരു വാഷ് കൗണ്ടർ തന്നെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം. ഈ ഒരു വില്ലയുടെ എവിടെ തൊട്ടാലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു രീതിയിലാണ് കൺസ്ട്രക്ഷൻ പോയിരിക്കുന്നത്. ഈ ഒരു സ്റ്റീലിൻ്റെ കമ്പി, അതായത് വിൻഡോസിന് യൂസ് ചെയ്തിരിക്കുന്നത് UPVC ആണ്. വിൻഡോസ് യൂസ് ചെയ്തിരിക്കുന്നത് ടഫൻ ഗ്ലാസ് ആണ്. ഇതിൻ്റെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് വളരെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് മാത്രം വെച്ചിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് വരുന്നത്. ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ജാഗ്വറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വില്ലയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രകാശം ആണ് നമുക്ക് ഫീൽ ചെയ്യുക. അതായത് പോസിറ്റീവ് എനർജി, ക്യൂട്ട്നെസ്, അതിനാണ് ഇവിടെയൊക്കെ പറഗോള കൊടുത്തിരിക്കുന്നത്. അതുപോലെ വുഡും ഗ്ലാസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് സ്റ്റെയർ കേസും ഹാൻഡ് റെയിൽസ് എല്ലാം വരുന്നത്. ഭയങ്കര ക്ലാസ് ആണ് ഈ വീട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട്. പക്ഷെ ഇതിലും കൂടുതൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു പോർഷനാണ് ഇതിൻ്റെ ബാൽക്കണി എന്ന് പറയുന്നത്. ഓരോ വീടുകൾക്കും ജീവനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ ആത്മാവ് ഈ ഒരു ഏരിയയിലാണ്. ഒറിജിനൽ കിണർ വെള്ളം കിട്ടുന്ന ഏരിയയാണ്. കോർപ്പറേഷൻ വാട്ടർ അവൈലബിൾ ആണ്. ഏത് ബാങ്കിൽ നിന്ന് ലോൺ അവൈൽ ചെയ്ത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പറ്റും. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പള്ളിക്കരയ്ക്കും ഇൻഫോ പാർക്കിനും ഇടയിലാണ്. ഇൻഫോ പാർക്ക് സെക്കൻഡ് ഫേസിൽ നിന്ന് വെറും 4.5 കിലോമീറ്ററിലും പള്ളിക്കരയിലേക്ക് ഒരു 2.5 കിലോമീറ്ററിൽ എത്താവുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഈ ഒരു വില്ലയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ റിയൽ തിയറിനെ ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്.